ഹലോ ഗൈസ്, ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിലേക്കുള്ള ഒരു യാത്ര. നമുക്ക് എവിടേക്കെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്തേക്കാട്ടും അടിപൊളിയായിട്ടുള്ള ട്രാവലിംഗ് ഫെസിലിറ്റീസാണ് ബഹ്റിനിലുള്ളത്. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു കണ്ടക്ടറും ഒരു ഡ്രൈവറും രണ്ട് കിളിയും അങ്ങനെയൊന്നുമില്ല. ബസ്സിൽ ഒറ്റ ഡ്രൈവർ മാത്രം, അയാളാണ് ഈ ബസ്സിൻ്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ആൾ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ട്രിപ്പിന് 300 ഫിൽസാണ് വരുന്നത്. അതായത് നാട്ടിലെ ഏകദേശം 60 രൂപ. അത് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോലും ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ പോലും സെയിം ചാർജാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ 3 തവണ മാത്രമേ നമുക്ക് യാത്രാ ചിലവ് ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ എത്ര തവണ ബസ് കയറുകയാണെങ്കിലും അത് ഫ്രീ ആണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് അവസാനം നമ്മൾ ബഹ്റിനിലെ തലസ്ഥാനമായ മനാമയിൽ വെറും ഒരു യാത്ര എന്നുള്ള രീതിയിലല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ATM കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട, അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ക്ലിയർ ചെയ്യാൻ. ഓവർ വീഡിയോസൊന്നും ഇവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ടേ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യണുള്ളൂ. ഈ കാണുന്ന 1949 എഴുതി വെച്ചിട്ടുണ്ടോ, അത് ബഹ്റിന് ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ച ദിവസമാണ്. അതായത് ബ്രിട്ടൻ്റെ ആധിപത്യത്തിലാണെന്നുണ്ടെങ്കിലും ആഭ്യന്തര കാര്യങ്ങളിൽ ബഹ്റിന് ഇടപെടാൻ സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ്. അപ്പം നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ ATM കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്തെടുത്തിട്ടു. പിന്നെ നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങാണ് ബഹ്റിൻ വേൾഡ് ട്രേഡ് സെൻറ്റർ. നിങ്ങൾ ദുബായ്ക്കാർക്ക് മെയിൻ അട്രാക്ഷൻ ബുർജ് ഖലീഫ ആണെങ്കിൽ ഇതാണ് നമ്മളെ ബുർജ് ഖലീഫ. ഇരു ബിൽഡിങ്ങുകളുടെ ഇടയിലുള്ള ഈ കാറ്റാടിയിൽ നിന്ന് ഏകദേശം 225 വാൾട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കാണുന്ന മനാമ ഗേറ്റ് ഒരു ചരിത്ര സാംസ്കാരിക സ്മാരകം കൂടിയാണ്. നമ്മളെ ബഹ്റിനത്തെ കാഴ്ചകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് വരും കേട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഈ മനാമ ഗേറ്റിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലോകമാണ്. ഈ ബഹ്റിൻ്റെ പഴയകാല കാഴ്ചകളിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീല്. ബാബൽ ബഹ്റിൻ സൂക്ക് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെ നമുക്ക് കിട്ടാത്തൊരു സാധനങ്ങളുള്ള സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കൈത്തൊഴിൽ പണികൾ, ഓർമ്മ വസ്തുക്കൾ, അറേബ്യൻ സുഗന്ധവ്യഞ്ജനങ്ങൾ, പൊടികൾ, മസാലകൾ, അങ്ങനെ വേണ്ട ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലം. ഇവിടെ ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് നമ്മളിവിടുന്ന് പോവുകയാണ്.